ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് കോഴിക്കോട് മീഞ്ചന്തയിൽ നിന്നും പുറപ്പെട്ട ഫയർഫോഴ്സ് സംഘത്തിന്റെ കൂടായിരുന്നു ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടത്. അന്ന് ഞാൻ അവിടെ സിവിൽ ഡിഫൻസ് അംഗമായിരുന്നു. ആ അംഗത്തിന്റെ ഞങ്ങൾ 20ഓളം അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമായിരുന്നു ചൂരൽമലയ്ക്ക് പുറപ്പെട്ടത്. ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ചക്കാലം ഞങ്ങൾ 2 ടൈമിനായിട്ടാണ് പോയത്. ഒരാഴ്ചക്കാലം ഞങ്ങൾ പോയി. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റിലെ ദിവസം ഞങ്ങൾക്ക് അട്ടമല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അട്ടമലയിൽ അട്ടമലൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് ഒരുപാട് മറ്റ് മൃതദേഹങ്ങളൊന്നും ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ കൂടെ പോയ ആളുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞങ്ങൾ പുഞ്ചിരി മട്ടത്തുനിന്ന് നമ്മൾ ആ മസ്ജിദിന്റെ താഴെ ആയിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു നായ ഒരു മണ്ണിട്ട് മൂടിയ ഒരു പ്രദേശത്ത് മണ്ണിങ്ങനെ നായ ഇങ്ങനെ പിന്നെ കൈകൊണ്ട് ഇങ്ങനെ മാന്തുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടു. ഉടനെ ഞങ്ങൾ അവിടുത്തെ ഇറ്റാച്ചിന്റെ ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞു, ഈ ഭാഗത്തൊന്ന് നല്ല രീതിയിൽ ചർച്ച ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം ആ ഇറ്റാച്ചിയായി വന്ന് അവിടെ ഒന്ന് നല്ല രീതിയിൽ മറിച്ച് ഒരു 3 അടിയോളം മറിച്ച സമയത്ത് ഒരു വീടിന്റെ സ്ലാബാണ് കാണുന്നത്. അങ്ങനെ ആ സ്ലാബ് മറിച്ച് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ഒരു അമ്മയും ഏതാണ്ട് ഒരു 13 വയസ്സായ ഒരു കുട്ടിയും മരിച്ച് അമർന്ന് ഏതാണ്ട് ഒരു 6 ദിവസത്തോളം പഴക്കമുണ്ട് അപ്പോഴത്തേക്ക് കിടക്കുകയാണെന്നുള്ളത്. ഉടനെ ഞങ്ങൾ ആ ബോഡി എടുത്ത് ഞങ്ങൾ അത് പിന്നെ പോലീസിന്റെ നമ്മൾ ഫയർഫോഴ്സിന്റെ ഒരു സ്കെച്ചർ പോലെ ഉള്ളത് അതിലെടുത്ത് അത് ഞങ്ങൾ നല്ല രീതിയിൽ തൊട്ടടുത്തുള്ള പിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ 2ാമത്തെ ദിവസം ഞങ്ങൾ പിന്നെ സ്കൂൾ റോഡിന് നേരെ മേലോട്ട് കയറി ഞങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രദേശത്ത് നല്ല രീതിയിലുള്ള മണം, വലിയ രീതിയിൽ മണം വന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ ആ പ്രദേശത്ത് നല്ല രീതിയിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബോഡി ഒന്നും കിട്ടിയില്ല. പക്ഷെ അതോടൊപ്പം 10-20ഓളം കോഴിയും അതിൻ്റെ കൂടും ഉള്ള ഒരു പ്രദേശത്തായിരുന്നു ഞങ്ങൾ ഈ മാന്തിയിരുന്നത്. അങ്ങനെ കോഴി പിന്നെ ഒരുപാട് കൂട്ടിൽ അകപ്പെട്ട് ഈ ചളിയിൽ അകപ്പെട്ട് മരണപ്പെട്ടതായിട്ടാണ് കാണാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒരുപാട് ഞങ്ങൾ പല പിന്നെ സാധന സാമഗ്രികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു കുട്ടി ആ ചൂരൽമല സ്കൂളിൽ നിന്നും കുട്ടി ആ മലയെ പറ്റി പാടിയ ഒരു പാട്ടിൻ്റെ പുസ്തകം അത് ഒക്കെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞങ്ങളെ നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളെ ഞങ്ങൾക്ക് ഏൽപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഏതാണ്ട് ഒരു 12 ദിവസത്തോളം 2 ടൈമായിട്ട് 12 ദിവസത്തോളം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരുപാട് ആളുകളെ രക്ഷിക്കാനും അതോടൊപ്പം ഞങ്ങൾ ഫസ്റ്റ് സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് പിന്നെ നമ്മൾ പിന്നെ ആ കടകളൊക്കെ ഉള്ള ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. മറുകരയിലേക്ക് അന്ന് താൽക്കാലിക നടപ്പാലം മാത്രമാണുള്ളത്. പിന്നെയാണ് ബെയിലി പാലത്തിൻ്റെ സാധന സാമഗ്രികൾ എത്തിച്ചതും അതിന് നല്ല രീതിയിൽ ഞങ്ങൾ ആ സാധനം ഇറക്കാനും 40 ലോഡോളം സാധന സാമഗ്രികൾ എത്തിയിട്ടുണ്ട്. ആ മുഴുവൻ സാധനവും ഇറക്കാനും അതോടൊപ്പം ബെയിലി പാലത്തിൻ്റെ മിലിറ്ററിയെ സഹായിക്കാൻ വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഈ മറുകരയിലുള്ള അമ്പലത്തിനോട് ചേർന്നുകൊണ്ട് വലിയൊരു ആൽമരത്തിൻ്റെ മുകളിൽ റോപ്പ് കെട്ടി ആ റോപ്പ് മറുകരയിൽ ഒരു JCBൻ്റെ കൈക്ക് കെട്ടി അങ്ങനെ പിന്നെ ഓരോ ബോഡികളും പിന്നെ പരിക്ക് പറ്റിയ ആളുകളെയും മരണപ്പെട്ട ആളുകളെയും സ്കെച്ചറിലാക്കി അവിടുന്ന് ആ റോപ്പിൻ്റെ മുകളിൽ കൂടെ മറുകരയിലെത്തിക്കാൻ മറ്റുള്ള ആളുകളെ കൂടെ ഞങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിഷ്വലൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇന്നും പിന്നെ ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ട ആളുകളെ ഇവിടെ എത്തിക്കാനും എത്തിച്ച ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഞങ്ങളെപ്പോലത്തെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അസ്ഥിഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അസ്ഥിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്, കാല് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു മൃഗം, മ്ലാവ് എന്ന് പറഞ്ഞ ഒരു മൃഗം പിന്നെ ആകെ ചത്തു വീർത്ത് കിടന്നപ്പം അതിനെ തൊട്ടടുത്ത പറമ്പ് കൊണ്ടുപോയി മറവിയാനൊക്കെ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പ്രയാസം തോന്നുകയാണ്. ഇപ്പം ഒട്ടനവധി ആളുകളാണ് ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് മരണപ്പെടുന്നതും അതോടൊപ്പം അവരെ സഹായിക്കാൻ പല ആളുകളും പല ഭാഗത്തു നിന്ന് എത്തുന്നുണ്ടെങ്കിലും അതിലൊക്കെ വലിയൊരു സങ്കടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പിന്നെ ഈ അതായത് പിന്നെ ലോഡ്ജുകളിലൊക്കെ പല ഭാഗത്തും ആളുകൾ കല്യാണം കഴിഞ്ഞിട്ടും മറ്റ് ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇതിന് വരുന്ന സമയത്ത് അവരെപ്പോലത്തെ ആളുകളൊക്കെ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അതോടൊപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രയാസമല്ല, ഒരു പിന്നെ അത് പകലാണെങ്കിൽ ആ സ്കൂൾ പൂർണ്ണമായിട്ടും നശിച്ചു പോയി.
സ്കൂളിൽ ഒരുപാട് ചെറിയ മക്കളുണ്ടായിരുന്നു. ആ മക്കൾ പല ഭാഗത്തും, അതായത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചെറിയ മക്കളാണ്. ആ മക്കളൊക്കെ ആ സ്കൂളിലുണ്ടെങ്കിൽ വലിയ തടി കഷ്ണം പോലുള്ള മരങ്ങൾ, അതായത് നൂറുകണക്കിന് മരങ്ങളാണ് ഇടിച്ച് വന്നിട്ട് സ്കൂളിൻ്റെ ഈ ചുമര് തൊട്ടിട്ട് അപ്പുറത്തെ ചുമര് വരെ വരുന്നത്. അപ്പോൾ അതിൽക്കൊക്കെ എന്തായാലും രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അന്ത്യം സംഭവിച്ചിരിക്കണമെങ്കിലും, പക്ഷെ അത് പകലാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഭയാനകമായിരുന്നു മരണസംഖ്യ. ആ കുട്ടികൾ പൂർണ്ണമായിട്ടും മരണപ്പെട്ടു പോണ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. എന്തായാലും അവിടുന്നൊക്കെ ഒഴുകി ആ വലിയ കടയുടെ ബാക്ക് ഭാഗത്ത് അട്ടമല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് ഒന്നായിട്ട് കയറി അടിഞ്ഞ് അവിടുന്ന് ഈ ബോഡി നിലമ്പൂരിലേക്ക് ചാടുന്ന വലിയൊരു ഒരു ഗർഗം പോലുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടേക്കാണ് ഒഴുകിയിട്ട് താഴെ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഈ കോഴിക്കോട് മീൻചന്തയിലെ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ ഭാഗമായി ചാലിയാർ പുഴ ഞങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തപ്പോഴും ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരു മനുഷ്യൻ്റെ ശരീരാവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രയാസം തോന്നുന്നു. ഇതുപോലുള്ള അപകടങ്ങളൊന്നും ഇനി കേൾക്കാൻ ഇടവരുത്തരുത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പിന്നെ 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയി സമയത്ത് നമ്മൾക്കൊന്നും ആ സ്ഥലങ്ങൾ, അന്നത്തെ സ്ഥലങ്ങൾ പിന്നെ കാണാൻ കഴിയില്ല. ഒക്കെ JCBയും ഒക്കെ ഇട്ട് പാറ പൊട്ടിച്ച് ഒക്കെ സ്ഥലം വീതി കൂട്ടിയിട്ടും പല ഇതാക്കിയിട്ടാണ് കാണാൻ മനസ്സിലായി. എന്തായാലും വലിയ സങ്കടം തോന്നുകയാണ് നിങ്ങളുടെ ഇത് കാണുമ്പോൾ.